ഇപ്പം നമ്മൾ കാണുന്നത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഭീമാകാരമായിട്ടുള്ള ആനകളാണ്. അതിനെയാണ് മാമോത്ത് എന്ന് വിളിച്ചിരുന്നത്. ഇന്നത്തെ ആനകൾക്കൊന്നും ഇത്രയും വലിയ വലിപ്പമൊന്നുമില്ല. ഇത് ഭയങ്കര വലിപ്പമുള്ള ആനകളായിരുന്നു. അതിൻ്റെ കൊമ്പും വളരെ വലിപ്പമുള്ളതായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് 1,30,000 വർഷം പഴക്കമുള്ള ഒരു ആനയെ മറ്റുള്ളവർ വേട്ടയാടുന്ന ഒരു പടമാണ്. അതിനെ മാസ്റ്റോഡൻ എന്നാണ് വിളിച്ചിരുന്നത്. അത് വെറുതെ പറയുകയല്ല, അതിൻ്റെ അസ്ഥികൂടം അമേരിക്കയിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഈ അസ്ഥികൂടത്തിൽ മുഴുവനും മനുഷ്യൻ അതിനെ വെട്ടിയതും കുത്തിയതും മുറിച്ചതുമായിട്ടുള്ള പാടുകളുണ്ടായിരുന്നു അത്രേ. അപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാട്ടും 10,000 വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലൊക്കെ മനുഷ്യരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടായിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി. പക്ഷേ 6,000 വർഷത്തെ ചരിത്രം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ലോകത്തിലുള്ള എല്ലാ മതങ്ങളെയും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ചരിത്ര പുസ്തകങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6,000 വർഷത്തെ ചരിത്രം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിന് മുമ്പ് മനുഷ്യന് എഴുത്തും വായനയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെക്കാട്ടും മുമ്പ് ദീർഘവർഷങ്ങൾ ഈ ലോകത്തിൽ ജീവജാലങ്ങളുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു. അതായത് മഞ്ഞ് കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആനകളുടെ വിഭാഗമാണ് ഈ മാസ്റ്റോഡൻ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആനകൾ. ഭൂമി മുഴുവനും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉള്ള തെളിവ് ശാസ്ത്രജ്ഞന്മാർ ഈ പറഞ്ഞിരിക്കുന്ന അസ്ഥികൂടങ്ങളിൽ നിന്നാണ് എടുത്തിട്ടാണ് പറയുന്നത്. വാസ്തവത്തിൽ എന്താണെന്ന് സംഭവിച്ചെന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം ലോകമതങ്ങൾ പറയുന്നത് വേറൊരു ചരിത്രമാണ്. ലോകമതങ്ങൾ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു തുടക്കമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രം പറയുന്ന വസ്തുതകൾ അധിഷ്ഠിതമായിട്ടുള്ള, യുക്തിക്ക് അധിഷ്ഠിതമായിട്ടുള്ള ലോകവും ലോകമതങ്ങൾ പറയുന്ന കഥയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ലോകത്തിൽ ദശലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകളുണ്ടായിരുന്നു. ഇതുപോലെ ഭീമാകാരമായിട്ടുള്ള ആനകളുണ്ടായിരുന്നു. ആ സമയത്ത് മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളതാണ് ചർച്ചാ വിഷയം. ദശലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പ് 65 ദശലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ദിനോസറുകൾ ഉണ്ടായിരുന്നത്. അത്രയും വർഷം മുമ്പ് മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. പക്ഷേ ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് മഞ്ഞ് മൂടിക്കിടന്ന കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഉള്ള ആനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ ഭൂമിക്ക് ലക്ഷം കോടി വർഷം പ്രായമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്.